ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പതിവിന് വിപരീതമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത് കേട്ടോ. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് അൺബോക്സ് ചെയ്യുന്നതെന്നല്ലേ? അതെ ഗൈസ്, ഞാനൊരു 5 കുർത്ത സെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു കുർത്ത സെറ്റ് ഇല്ലേ, ഇത് ഞാൻ മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീടൊക്കെ വെച്ച സമയത്തില്ലേ, അപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു 5 കുർത്ത സെറ്റ് ഓർഡർ ചെയ്തിട്ട് ഞാൻ അതൊരു 2-3 വർഷം യൂസ് ചെയ്ത് കേട്ടോ. അത് കീറുകയോ കേടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇട്ട് എന്നെ കണ്ട ആൾക്കാർക്ക് ബോറടിച്ചപ്പോഴാണ് ഞാനത് മാറ്റിയത് കേട്ടോ. അങ്ങനെ ഇപ്പൊ വീണ്ടും ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ ഒരു ടോപ്പുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതില്ലേ, മഴ സീസണിലൊക്കെ പെട്ടെന്ന് ഒരു കാറ്റടിച്ചാൽ തന്നെ ഉണങ്ങുന്ന കണക്കത്തെ മെറ്റീരിയൽ ആണ്. നല്ല ലോങ് ലാസ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ക്രേപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എനിക്ക് ട്രൈ ചെയ്ത് കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് തുറന്നാലോ? ഈ അൺബോക്സ് ചെയ്യുന്നത് പറയുന്നത് ഒരു ഭയങ്കര രസമുള്ള സംഭവമാണല്ലേ. അപ്പൊ ഇതാണ് ആ 5 കുർത്ത സെറ്റ് കേട്ടോ. അതായത് ഇതിനകത്ത് ടോപ്പ് മാത്രമേ ഉള്ളൂ, പാന്റും ഷോളൊന്നും ഇല്ല കേട്ടോ. കുർത്തകൾ മാത്രമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ആദ്യത്തത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് ഗൈസ് ആദ്യത്തത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടോപ്പ്. ഞാനത് ട്രൈ ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ഇതാണ് ആദ്യത്തെ നമ്മുടെ ബ്ലാക്ക് കുർത്ത കേട്ടോ. എനിക്ക് ഈ കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പാറ്റേണും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് കണ്ടാൽ എന്റെ അളവ് എടുത്ത് തച്ചതുപോലെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ എന്റെ അളവെടുത്ത് തച്ചാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നല്ല അടിപൊളി ഒരു മോഡലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചൊരു സ്ലിം ആയ എനിക്ക് തോന്നിയില്ലേ, ഈ നമ്മളൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡുകൾ ഇടുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്ലിം ആയ ഒരു എഫക്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഒരു ക്രീം കളറ് അലോസ പാന്റ് ആണ് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത വ്യൂ കാണിച്ചു തരാം. ഇതിന്റെ കഴുത്തൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു റൗണ്ട് നെക്കാണ്. പിന്നെ ഫ്രണ്ടിലത്തെ പാറ്റേൺ കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്. കൈ വന്നിട്ട് ഇത് കണ്ടില്ലേ, ഹാഫ് സ്ലീവ് ആണ്. പിന്നെന്താ, നല്ലൊരു അടിപൊളി ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് സ്റ്റൈൽ ചെയ്താലോ? ഇതാ കണ്ടില്ലേ ഗൈസ്, ഇത് വന്നിട്ട് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്ലിം എഫക്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിൽ ഇടുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവെ കുർത്ത ഇടുമ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടി ഒരു വണ്ണം തോന്നിക്കും. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു സ്ലിം എഫക്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ആ ഒരു ക്രീം കളർ പാന്റ് തന്നെയാണ് ഞാൻ ഇതിന് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ ഇതിന്റെ അടുത്ത ഒരു നെക്കിന്റെ ഡിസൈൻ കാണിച്ചു തരാം. നെക്കിന് വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഇതും റൗണ്ട് നെക്ക് തന്നെയാണ്, ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ എക്സൽ സൈസാണ് എടുത്തേക്കുന്നത്. എക്സൽ സൈസ് വന്നിട്ട് എനിക്ക് നല്ല കറക്റ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത് ട്രൈ ചെയ്താലോ? വന്നിട്ട് നല്ല അടിപൊളി ബ്രൈറ്റ് യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാണ്. എനിക്ക് പൊതുവേ ഈ മാമ്പഴ മഞ്ഞ കളർ കണ്ടാല് വന്നിട്ട് എനിക്ക് ചേരുന്ന ഒരു കളറാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് ഡിസൈൻ കൂടി വന്നപ്പോഴത്തേക്ക് നല്ല പൊളിയായിട്ടുണ്ട് ഗൈസ്. ഈ മാമ്പഴ മഞ്ഞ കളറിന് പിന്നെ ഒരു കഥയുണ്ട് കേട്ടോ. ഞാനൊരു മാമ്പഴ മഞ്ഞ പട്ടുപാവാടായിട്ട് കണ്ടപ്പോഴാണ് എന്റെ ഇക്കാക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. അതെ ഗൈസ്, നമ്മുടെ ലവ് സ്റ്റോറിക്ക് ഈ മാമ്പഴ മഞ്ഞയ്ക്ക് വന്നിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല റൗണ്ട് നെക്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ കണ്ടാലോ? ഇതാണ് ഗൈസ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ. ഇതിന് വന്നിട്ട് നമ്മളൊരു റെഡ് പലാസോ പാന്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു കളർ ഇതിന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ റെഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഇറച്ചി നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നല്ലൊരു അടിപൊളി മാമ്പഴ മഞ്ഞ കളർ കുർത്തയാണ്. അപ്പൊ നമുക്ക് അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് കണ്ടില്ലേ ഗൈസ്, ഒരു അടിപൊളി ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഒരു യെല്ലോ ഷെയ്ഡും ഉണ്ട്. നമ്മുടെ ഒലീവ് ഗ്രീനിന്റെ വന്നിട്ട് നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലൊരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലൊരു റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ ഇതുപോലൊരു പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു പാന്റിന് ഇതും മാച്ചായി പോകുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ അത് കണക്കാക്കിയാണ് ഈ ഒരു പാന്റ് ഇട്ടത്. ഈ പാന്റ് ഞാൻ വാങ്ങിയ ഈ കുർത്തിക്കിടെ എല്ലാത്തിൻ്റെ കൂടെ സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് വന്നിട്ട് ഈ ഒരു പീകോക്ക് ബ്ലൂ ആണ് ഗൈസ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ പാറ്റേൺ കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറാണ് കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പീകോക്ക് ബ്ലൂവിന്റെ ഒരു ഡ്രസ്സ് ഉമ്മ തച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ 15ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക്
ഉമ്മ എനിക്കൊരു പീക്കോക്ക് ബ്ലൂവിന്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇപ്പോഴാണ് ആ ഒരു പീക്കോക്ക് ബ്ലൂ കളർ കിട്ടുന്നത് കേട്ടോ. എത്ര കൊല്ലായി ഗൈസ്, കുറെ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു പീക്കോക്ക് ബ്ലൂ ഡ്രസ്സ് ഇട്ടേക്കാണ്. ഇതിന്റെ നെക്കും വന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ്. പിന്നെ വന്നിട്ട് കാണില്ല ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ കരുതിയത് ഇത് 5 കുർത്ത സെറ്റ് ആണെന്ന് കേട്ടോ. 5 ഗൈസ്, ഇനിയും ഒരെണ്ണം കൂടിയുണ്ട്. ഇത് മൊത്തം 6 ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ട്രൈ ചെയ്താലോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള കുർത്തയാണ് ഇത് കേട്ടോ. എന്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഗൈസ് ഈ ഒരു പിങ്ക് വന്നിട്ട്, ബേബി പിങ്ക്. ബേബി പിങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതാകുമ്പോ നമുക്ക് കുറച്ചുകൂടി ഒരു ലെങ്ത് ഫീലിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട്. എന്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തത്തിൽ എല്ലാവരും പീച്ച് കുടുംബം അല്ലെങ്കിൽ പിങ്ക് കുടുംബം എന്നാ പറയുന്നത് കേട്ടോ. നമ്മൾ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും അതിലൊരു പിങ്ക് ഡ്രസ്സ് ഉണ്ടാവും. ഞാൻ വന്നിട്ട് കുറച്ചുകൂടി ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്ന ആളാണ്. എനിക്ക് ബ്ലാക്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഉമ്മക്ക് പിങ്ക് ആണ് ഇഷ്ടം. അതുകൊണ്ട് എന്റെ കൂടുതൽ ഡ്രസ്സും പിങ്ക് ആണ് മുമ്പ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പാന്റിന് ഇതും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്ത സെറ്റുകൾ കാണാം ഗൈസ്. ഇപ്പൊ നിങ്ങൾ എന്റെ ഈ കുർത്ത കണ്ട് ബോറടിക്കുന്നത് വരെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ മെറ്റീരിയൽ കേടാവത്തേ ഇല്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 750 രൂപ ആയിട്ടുള്ളൂ ഈ ഒരു 6 പീസിന്. അതായത് ഒരെണ്ണത്തിന് കഷ്ടിച്ച് 130-140 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഈ 140 രൂപയ്ക്ക് ഈ 6 കുർത്ത എന്ന് പറയുന്നത് ഭയങ്കര വർത്താണ്. നമുക്ക് ഈ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് കേട്ടോ. മെറ്റീരിയൽ കേടാവത്തേയില്ല, നമുക്ക് വാഷബിൾ ആണ്. എത്ര വാഷ് ചെയ്താൽ ഇങ്ങനെ തന്നെ ഇരിക്കും, കളർ ഇളവത്തില്ല. അതൊക്കെ ഉറപ്പായിട്ടുള്ള സംഭവമാണ്. ഞാനിത് പ്രൊമോഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ ഓൾറെഡി ഇത് 2-3 വർഷം യൂസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ ഇത് വാങ്ങിയതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ലോങ് ആയിട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഈ കുർത്ത വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കുർത്ത സെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പൊ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്നല്ലേ, ഇത് കുർത്തയൊന്നും അല്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റിന്റെ ഒരു കോംബോയാണ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇത് വന്നിട്ട് ഒരു ബെഡ്ഷീറ്റും കുല്ലറ്റും പില്ലോ കവറും, ഇത് 3ഉം കൂടെ ചേർന്ന കോംബോയാണ്. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റിന്റെ ഒരു പാറ്റേൺ കേട്ടോ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ടിൽ വിരിച്ചിട്ട് കണ്ടാലോ ഗൈസ്. നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കട്ടിലിന്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അല്ലേ ഗൈസ്. നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ കിങ് സൈസ് ഒരു ബെഡ്ഷീറ്റും ഒരു ക്വില്ലറ്റും 2 പില്ലോ കവറാണ് വരുന്നത് കേട്ടോ. ഈ ക്വില്ലറ്റ് വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. നമുക്ക് AC കംഫർട്ടായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു ക്വില്ലറ്റാണിത്. പിന്നെ വന്നിട്ട് ബെഡ്ഷീറ്റിന്റെ പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പില്ലോ കവറും വന്നിട്ട് നല്ല അടിപൊളിയാണ്. നമ്മുടെ പില്ലോയ്ക്ക് വന്നിട്ട് ഫിറ്റാണ് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.